പാലിക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ച നിർത്തിവെച്ചത് കൂട്ടായ വിജയമാണെന്നും ഇതിലേറെ സന്തോഷമുണ്ടെന്നും ഹർജിക്കാരൻ കൂടിയായ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തൃശൂർ DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 4 ആഴ്ച ടോൾ നിർത്തിവെച്ചതിന്റെ പണം പിന്നീട് ഈടാക്കുവാനുള്ള നീക്കമുണ്ടായാൽ എതിർക്കുമെന്നും ടാജറ്റ് പറഞ്ഞു. പാലിക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രീ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിൻ്റെ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ടോൾ കമ്പനിയുടെ കരാർ ലംഘനത്തിനെതിരെ നിരന്തരമായ സമരങ്ങളും അതുപോലെ തന്നെ നിയമ പോരാട്ടങ്ങളിലും. അപ്പോൾ ഞങ്ങൾക്കുള്ള സന്തോഷമെന്ന് പറയുന്നത് ഞങ്ങൾ ഈ 10 വർഷക്കാലമായി ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ എല്ലാം ശരിവെക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നരകയാതന മുഴുവൻ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഇത്രയും കാലം ടോള് കൊടുക്കേണ്ടി വന്നു. ഇതിനെതിരെയൊക്കെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവാണെങ്കിലും അത് പുറത്തു വന്നത്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് കരാർ കമ്പനി പണി പൂർത്തീകരിക്കാതെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറല്ല. താൽക്കാലികമായി ടോളുകൾ സസ്പെൻഡ് ചെയ്യുന്ന കാലാവധി കരാർ പ്രകാരം നീട്ടിക്കൊടുക്കാനുള്ള വ്യവസ്ഥ കരാറിൽ ഉണ്ട്. അതനുസരിച്ച് ഇപ്പോൾ കോവിഡ് സമയത്തും നമ്മുടെ പ്രളയ സമയത്തും മറ്റ് പല സമയങ്ങളിലും സസ്പെൻഡ് ചെയ്ത ആ കാലാവധി അവർക്ക് ഇവിടെ നീട്ടിക്കൊടുക്കും. സത്യത്തിൽ അത് അവർക്ക് ബമ്പറാണ്. ഇപ്പോൾ 95 രൂപ എന്നുള്ളത് 28 ആകുമ്പോൾ ചിലപ്പോൾ 125 രൂപയാണ്. അത്രയും കാശ് അവർക്ക് നീണ്ടു കിട്ടുക. അതിന് സമാനമായ രീതിയിൽ ഹൈക്കോടതിയുടെ വിധിയിൽ പറയുന്ന ഈ 4 ആഴ്ച ഒരു കാരണവശാലും നീട്ടിക്കിട്ടാൻ അവർക്ക് അർഹതയില്ല. അത് ചെയ്യരുതെന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ആവശ്യം. കോടാലി GLP സ്കൂളിലെ ഓഡിറ്റോറിയത്തിനുള്ളിലെ സീലിംഗ് അടർന്നു വീണു. ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ഇന്ന് പുലർച്ചെയാണ് പൂർണ്ണമായും നിലംപൊത്തിയത്. രാത്രിയിൽ വലിയ ശബ്ദം കേട്ടതായി പരിസരവാസികൾ പറഞ്ഞു. സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാനുകളും ഇതോടൊപ്പം പൊട്ടിവീണിട്ടുണ്ട്. രാത്രിയിലായതിനാൽ വൻ ദുരന്തം ഒഴിവായി. അധ്യയന ദിവസങ്ങളിൽ ഇതിനുള്ളിൽ കുട്ടികൾ ഉണ്ടാവാറുണ്ട്. വിദ്യാലയത്തിലെ പരിപാടികൾക്ക് പുറമെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും പൊതുപരിപാടികളും നടക്കാറുള്ളതും ഈ ഓഡിറ്റോറിയത്തിലാണ്. സംയോജിതമായി അറ്റകുറ്റപ്പണി നടക്കാതിരുന്നതാണ് സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്ന് ആരോപണമുണ്ട്. 2015 പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 52 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓഡിറ്റോറിയം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് 2023-ലാണ്. കോസ്ഫോർഡിനായിരുന്നു നിർമ്മാണ ചുമതല. ഓഡിറ്റോറിയത്തിന്റെ GI ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയിൽ നേരത്തെ ചോർച്ച കണ്ടതിനെ തുടർന്ന് അന്നത്തെ PTA-യും വിദ്യാലയ സൗഹാർദ്ദ സമിതിയും അധികൃതരെ വിവരമറിയിക്കുകയും കോസ്റ്റ്ഫോർഡ് പ്രതിനിധികളെത്തി ചോർച്ച പരിഹരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ചോർച്ചയുണ്ടായതാകാം സീലിംഗ് അടർന്നു വീഴാൻ കാരണമായതെന്നാണ് സംശയിക്കുന്നത്. TCV ന്യൂസ്, കൊടകര. മാള പുത്തഞ്ചിറയിൽ പെട്രോൾ പമ്പിനോട് ചേർന്ന് നിർത്തിയിട്ടിരിക്കുന്ന സ്വകാര്യ ബസ് കത്തി നശിച്ചു. പുത്തഞ്ചിറ മക്കിടി ജംഗ്ഷനിലെ PCK പെട്രോൾ പമ്പിനോട് ചേർന്നാണ് സംഭവം. പമ്പിന്റെ ഓഫീസിനോട് ചേർന്നുള്ള മുറിയിലേക്ക് തീ പടർന്നുവെങ്കിലും പെട്രോൾ പമ്പിലേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി. സുഹൈൽ എന്ന ബസ്സിനാണ് തീ പിടിച്ചത്. പിണ്ടാണി സ്വദേശി ജിതിൻ സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് ബസ്സിന് തീ പിടിക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. അപകട സമയത്ത് 6 ബസ്സുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബുധനാഴ്ച പുലർച്ചെ 3:00 സംഭവം. അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. പെൻഷൻകാരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കലക്ട്രേറ്റിന് മുന്നിൽ ദ്വിദിന സത്യാഗ്രഹം ആരംഭിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ, ജില്ലാ സെക്രട്ടറി KA ഫ്രാൻസിസ്, PS സുന്ദരൻ, K ഗിരീന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. സത്യാഗ്രഹം നാളെ ഉച്ചയ്ക്ക് സമാപിക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കളക്ടറേറ്റുകൾക്ക് പഠിക്കറിയാം. കേരളത്തിലെ സർവീസ് ജീവനക്കാരോടും അറിയാം.
ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരം ഈ പെൻഷൻകാരുടെ സമരം. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. തൃശൂർ ജില്ലയിൽ യെല്ലോ അലർട്ടുമാണ്. ആലുവ പെരിയാറിന് കുറുകെയുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്നത്തെ 2 ട്രെയിനുകൾ റദ്ദാക്കി. പാലക്കാട് എറണാകുളം മെമു, എറണാകുളം പാലക്കാട് മെമു എന്നീ ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. 3 ട്രെയിനുകൾ വൈകിയോടും. ഇൻഡോർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ്, സിക്കന്ദരാബാദ് തിരുവനന്തപുരം സെൻട്രൽ, ശബരി എന്നീ ട്രെയിനുകളാണ് വൈകിയോടുന്നത്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ക്ഷേത്രത്തിൽ മോഷണം. 1 പവൻ സ്വർണ്ണത്താലിയും ഭണ്ഡാരങ്ങളും കവർന്നു. കൊറ്റംകുളം പടിഞ്ഞാറ് ചൂരക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ശ്രീകോവിൽ കുത്തിത്തുറന്ന് 2 ദേവീദേവന്മാരുടെ വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്ന 1 പവന്റെ 2 സ്വർണ്ണത്താലിയും ഓഫീസ് മുറി കുത്തിത്തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 6 ചെറിയ ഭണ്ഡാരങ്ങളും കവർന്നു. തിടപ്പള്ളിയും സ്റ്റോർ റൂമും കുത്തിത്തുറന്ന നിലയിലാണ്. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഴ കനത്ത് പെയ്യുമ്പോൾ തകർന്ന് വീഴാറായ വീട്ടിൽ ഭയത്തോടെ കഴിയുകയാണ് വയോധികരായ സഹോദരിമാർ. വെള്ളറക്കാട് പാരിക്കുന്നിൽ ചുള്ളിവളപ്പിൽ ഓമനയും കാർത്തിയാനിയുമാണ് അധികൃതരുടെ അവഗണനയിൽ ദുരന്തം പേറി കഴിയുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ 7-ാം വാർഡിലാണ് 75 വയസ്സുള്ള ഓമനയും 68 വയസ്സുള്ള കാർത്തിയായനിയും താമസിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തിൽ ഓമനയ്ക്ക് നടക്കാനും സ്വയം എഴുന്നേറ്റിരിക്കുവാനും കഴിയാത്ത അവസ്ഥയാണ്. 2 പേരും അവിവാഹിതരായതിനാൽ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത സാഹചര്യമാണ്. ഇവർ താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ തകർന്ന് നിലംപൊത്താറായ സ്ഥിതിയിലാണുള്ളത്. വീടിന്റെ അവസ്ഥ, അടുക്കള പൊട്ടി, പിന്നെ കിഴക്കേ ഭാഗം ആ സൈഡ് റൂം പൊട്ടി, അവിടെ ഓടൊക്കെ വീണു, ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാതെയായി. മേൽപ്പുരൊക്കെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഓടൊക്കെ വീണു. മണ്ണിഷ്ടിക കൊണ്ട് നിർമ്മിച്ച് ഓടുമേഞ്ഞ വീട് 10 വർഷമായി വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ചുമരുകൾ പല ഭാഗങ്ങളിലും വിണ്ടുപൊട്ടിയിട്ടുണ്ട്. മേൽക്കൂരയുടെ ഉത്തരവും കഴുക്കോലുകളും പൊട്ടിയ നിലയിലാണ്. ഓടുകൾ പൊട്ടിയതിനാൽ ടാർപോളിൻ ഉപയോഗിച്ച് മേൽക്കൂര മൂടിയാണ് ചോർച്ച തടയുന്നത്. വാർഡംഗം രമണി രാജനോടും ഗ്രാമസഭയിലും നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും വീട് പുനർനിർമ്മാണത്തിന് പരിഗണിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു. എന്റെ വീട് വീണുന്ന് രമണിയോട് വിളിച്ചു പറഞ്ഞപ്പോ രമണി ഞാൻ ആശ്രയയില് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളതിനെ ആശ്രയയില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആശ്രയയില് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതേവരെ അവള് വന്ന് നോക്കിയിട്ടുമില്ല, പിന്നെ വിളിച്ചു ചോദിച്ചിട്ടുമില്ല. ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് അവള് പറയണത്. ഇപ്പൊ വീടാകെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണില്ലേ. പിന്നെ ഞാൻ നവകേരളയിൽ കൊടുത്തിട്ട് അവര് പറഞ്ഞു വന്ന് നോക്കിയിട്ട് കൂടിയില്ല. എന്നിട്ട് അവര് പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി. എന്നിട്ട് ഗ്രാമസേവനെ കണ്ടപ്പോ ഗ്രാമസേവൻ പറഞ്ഞു വാസയോഗ്യമായ വീടാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് അവരും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും ഇവർ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ താമസയോഗ്യമായ വീടുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നിരസിക്കുന്നു എന്നാണ് പിന്നീട് മറുപടി ലഭിച്ചത്. വീട് കാണാതെയാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയത്. ഒരു ദുരിതത്തിനായി കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. മാരകായുധങ്ങളുമായി 4-അംഗ ഗുണ്ടാ സംഘത്തെ പേരാമംഗലം പോലീസ് പിടികൂടി. വെളുത്തൂർ സ്വദേശി അനൂപ്, മനക്കൊടി സ്വദേശി സ്ലീവോ, ശ്രീഹരി, പത്തനംതിട്ട സ്വദേശി കാർത്തിക് എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ അമലിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. സംഘം സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. കൊടുങ്ങല്ലൂരിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ ഭാഗമായ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ സർവീസ് റോഡിന്റെ പാർശ്വഭിത്തിയുടെ കോൺക്രീറ്റ് സ്ലാബ് നിലം പതിച്ചു. വൻ അപകടം ഒഴിവായി. ഇന്നലെ വൈകിട്ട് റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടയിലായിരുന്നു സംഭവം. ഇതുവഴി വന്ന ലോറി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പ്രധാന റോഡിൽ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന JCB തട്ടിയാണ് കോൺക്രീറ്റ് സ്ലാബ് നിലം പതിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോട്ടപ്പുറത്ത് നിർമ്മാണം നടക്കുന്ന റോഡിലെ കുഴിയിൽ വീണ് ലോറി അപകടത്തിൽപ്പെട്ടിരുന്നു. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ദേശീയപാതയിൽ സുരക്ഷാ മുൻകരുതലുകളില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വെള്ളിത്തിരയുടെ നെയ്ത്തുകാരൻ നടൻ മുരളിയുടെ ഓർമ്മയ്ക്ക് ഇന്ന് 16 വർഷം. അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? ഐ സ്റ്റിൽ വാണ്ട് യു. എവിടെ ഏത് കേറിപ്പോയി ഒളിച്ചാലും ഒരു പോരുകാളയുടെ വീറോടെ ഞാൻ തേടിപ്പിടിക്കും. പരിരക്ഷിക്കാനല്ല, ശിക്ഷിക്കാൻ, പീഡിപ്പിക്കാൻ. അന്ന് എന്റെ കരുത്തിന്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാൻ ഞാൻ ആദ്യം തേടുന്ന എന്തായിരിക്കും എന്ന് അറിയോ നിനക്ക്? നിന്റെ ഈ തല. കഴുത്തിന് മുകളിൽ അന്നോളം നീ ഇത് കാത്തു സൂക്ഷിച്ചോണം, പരിക്കുകളില്ലാതെ. കീപ് ഇറ്റ് ഫോർ മീ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ക്ലർക്കിൽ നിന്നും മലയാള സിനിമയുടെ എണ്ണം പറഞ്ഞ മഹാനടന്മാരിൽ ഒരാൾ. അഭിനയകലയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ അനശ്വര പ്രതിഭ. എന്നെ ചതിച്ചൂല്ലേ? എന്റെ മക്കളെ വിട്ട് പോയില്ലടി. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ദേഷ്യടാ, എനിക്ക് ദേഷ്യ. മലയാളിയുടെ സ്വന്തം മുരളി. മലയാള സിനിമയിൽ അയാൾ കെട്ടിയാടാത്ത വേഷങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. നെറ്റിയിൽ ഒരു വെട്ടുള്ള പരുക്കമായ ആ മുഖഭാവം കൊണ്ട് നിഷ്കളങ്കനായ കൂട്ടുകാരനായും പ്രണയമുള്ളിലൊതുക്കിയ കാമുകനായും വാത്സല്യമുള്ള കുടുംബനാഥനായും കർക്കശക്കാരനായ രാഷ്ട്രീയ പ്രവർത്തകനായും ചട്ടമ്പിയായ നാട്ടിൻ പുറത്തുകാരനായും മുരളി വെള്ളിത്തിരയിൽ പകർന്നാടി. ഭരത് ഗോപിയുടെ സംവിധാനത്തിൽ 1979 പുറത്തിറങ്ങിയ ഞാറ്റാടി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ചു. മലയാള സിനിമയും മലയാളിയും അത്രയും നാൾ കണ്ടുവന്ന നായക സങ്കല്പങ്ങളെയെല്ലാം പൊളിച്ചെഴുതുകയാണ് മുരളിയുടെ വരവോടെ സംഭവിച്ചത്. ചോക്ലേറ്റ് നായകന്മാർക്ക് മാത്രമല്ല, അല്പം ഗൗരവമുള്ള പരുക്കനായ കഥാപാത്രങ്ങൾക്കും ഏറെ ആരാധകർ ഉണ്ടാകുമെന്ന് തെളിയിച്ച വ്യക്തി. അഞ്ജലി മേനോന്റെ സംവിധാനത്തിൽ 2008 പുറത്തിറങ്ങിയ മഞ്ചാടിക്കുരു എന്ന ചിത്രമാണ് അവസാനമായി അഭിനയിച്ചത്. കാലത്തിന്റെ തുരുമ്പ് പിടിക്കാത്ത ഓർമ്മകളിൽ ഇന്നും മരണമില്ലാതെ ഓരോ മലയാളികളുടെ മനസ്സിലും ജീവിക്കുകയാണ് ആ അനശ്വര നടൻ. TCV. MLC എൽസ കപ്പൽ അപകടത്തിൽ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച് മെഡിറ്ററേനിയൻ കപ്പൽ കമ്പനി. അപകടത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക നൽകാനാവില്ലെന്ന് കപ്പൽ കമ്പനി വ്യക്തമാക്കി. 9,531 കോടി രൂപയായിരുന്നു സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 1 രൂപ പോലും നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ല എന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടായിരുന്നു മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ നഷ്ടപരിഹാര തുക നൽകില്ല എന്ന് അറിയിച്ചത്. ഓണം അലവൻസ് അനുവദിക്കണമെന്ന് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാള യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV അച്യുതൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MO വർക്കി അധ്യക്ഷനായി. TB രവി, TH വിശ്വംഭരൻ, M ബാലസുബ്രഹ്മണ്യൻ, PC രവി തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ കൈത്തറി ദിനം അടുക്കുമ്പോൾ പ്രശസ്തമായ കുത്താമ്പുള്ളി എരവത്തൊടി നെയ്ത്ത് ഗ്രാമം കണ്ണീരിലാണ്. അധികാരികളുടെ അവഗണനയിൽ ഈ പാരമ്പര്യ വ്യവസായം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നു. നെയ്ത്തുകാരുടെ ജീവിതം പട്ടിണിയിലും ദുരിതത്തിലുമാണ്. TCV വാർത്താ സംഘം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. കൈത്തറിക്ക് പെരുമകേട്ട തിരുവില്ലോമല കുത്താമ്പുള്ളി ഗ്രാമം ഇന്ന് ദുരിതക്കയത്തിലാണ്. ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കാൻ രാജ്യമൊരുങ്ങുമ്പോൾ ഇവിടെ നെയ്ത്തുകാരുടെ ജീവിതം ഊടുപാവും ഇഴചേരാതെ വേർപെട്ടു നിൽക്കുന്നു. 70 വർഷത്തിലേറെയായി ഈ ഗ്രാമത്തിന്റെ ജീവനാഡിയായ 3 കൈത്തറി സംഘങ്ങൾ അധികാരികളുടെ കെടുകാര്യസ്ഥതയിൽ തകർച്ചയുടെ വക്കിലാണ്. ഒരു ജനതയുടെ ജീവിതവും പാരമ്പര്യവും കൂടിയാണ് ഇവിടെ മരണശയ്യയിലാകുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഹാൻടെക്സ് അടക്കം ഈ സംഘങ്ങൾക്ക് കോടികളാണ് കുടിശ്ശിക നൽകാനുള്ളത്. 10 ലക്ഷം രൂപയുടെ തുണിയെടുത്താൽ വെറും 2 ലക്ഷം മാത്രം നൽകി ഹാൻടെക്സ് നടത്തിയ കൊള്ള ഈ സൊസൈറ്റികളുടെ നട്ടെല്ലൊടിച്ചു. കൂടാതെ എല്ലാ ആഘോഷവേളകളിലും സർക്കാർ നൽകുമെന്ന് പ്രഖ്യാപിക്കുന്ന 20% റീബേറ്റ് ഇനത്തിലും കോടിക്കണക്കിന് രൂപ വ്യവസായ വകുപ്പ് നൽകാനുണ്ട്. സർക്കാർ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും കടലാസുകളിൽ ഒതുങ്ങിയപ്പോൾ ഇവിടെ നെയ്ത്തുകാർ പട്ടിണിയിലായി. കൈത്തറി സംഘങ്ങളിലെ തൊഴിലാളികൾ കഴിഞ്ഞ 3 വർഷത്തോളമായി ശമ്പളമില്ലാതെയാണ് ജീവിതം തള്ളി നീക്കുന്നത്. ശമ്പളം മുടങ്ങിയതോടെ പലരും കടക്കിണിയിലായി. തൊഴിലാളികൾക്ക് കൂലി നൽകാനോ നൂലും പാവും അടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനോ സംഘങ്ങൾക്ക് കഴിയാതെയായി. ഇതോടെ നെയ്ത്തുകാരിൽ പലരും തൊഴിലുപേക്ഷിച്ച് മറ്റു ജോലികൾ തേടിപ്പോയി.
ഒരു പാരമ്പര്യ തൊഴിൽ മേഖലയെ ഇല്ലാതാക്കിയതിന് പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് തൊഴിലാളികൾ വേദനയോടെ പറയുന്നു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം തിരിച്ചുപിടിക്കാനായി നെയ്ത്തുകാർ അവസാന പ്രതീക്ഷയോടെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പരാതി നൽകിയിരുന്നു. എന്നാൽ ഒരു മറുപടി പോലും ലഭിക്കാതെ ആ പരാതി ഫയലിൽ ഒതുങ്ങി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനുള്ള വേദിയെന്ന് കൊട്ടിഘോഷിച്ച നവകേരള സദസ്സ് പ്രഹസനം മാത്രമായിരുന്നുവെന്ന് സൊസൈറ്റി സെക്രട്ടറിമാർ പറയുന്നു. കേരളത്തിലുള്ള പ്രാഥമിക കൈത്തറി സംഘങ്ങള് ഈ ഉത്സവ സമയങ്ങളിൽ റിബേറ്റ് കൊടുത്ത ഇനത്തിൽ സർക്കാർ കൊടുക്കേണ്ട കുടിശ്ശികകൾ ഈ ചെറിയ ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് നിരസിക്കാതെ അതെല്ലാം പുനഃപരിശോധിച്ച് എത്രയും വേഗം ആ റിബേറ്റ് സംഖ്യ സംഘങ്ങൾക്ക് കൊടുക്കുകയും അതുപോലെ ഈ അപ്പെക്സ് സ്ഥാപനമായ ഹാൻഡെക്സ് നമ്മുടെ പ്രാഥമിക കൈത്തറി സംഘങ്ങൾ ജൗളി കൊടുത്ത വകയിൽ കൊടുക്കുവാനുള്ള എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 40 കോടി രൂപയാണ് ഹാൻഡെക്സ് നമ്മുടെ കേരളത്തിലെ കൈത്തറി സംഘങ്ങൾക്ക് നൽകേണ്ടത്. ോളമായി ഇവരുടെ സ്റ്റാഫിൻ്റെ സാലറികൾ കൊടുക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. അതായത് നെയ്ത്തുതൊഴിലാളികൾക്ക് തന്നെ കൂലി കൊടുക്കാനോ അവരുടെ അസംസ്കൃത സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനോ സാധിക്കാത്ത സ്ഥിതിയാണ്. പക്ഷെ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി ഇവിടുത്തെ 3 നെയ്ത്ത് സ്റ്റാഫുകൾ, അതായത് ജീവനക്കാർ, അവർ ഒരു വർഷത്തോളമായി അവർ ശമ്പളം ഇല്ലാതെ തന്നെ സേവന മനോഭാവത്തോടുകൂടി പ്രവർത്തിച്ചു വരികയാണ്. സാമ്പത്തികം വന്നാൽ തന്നെ നെയ്ത്തുതൊഴിലാളികൾക്ക്, അതായത് അവരുടെ കൂലി കൃത്യമായി കൊടുത്താൽ തന്നെ മറ്റ് കൂലിനെ അപേക്ഷിച്ച് കുറഞ്ഞാണെങ്കിലും ഈ തൊഴിലാളികൾ നെയ്ത്ത് പ്രവൃത്തിയെടുക്കാൻ സന്നദ്ധമാകും. അപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന റിബേറ്റ് സംഖ്യ കിട്ടാനുള്ള കുടിശ്ശിക കിട്ടുക, ഹാൻഡ്സിൽ നിന്ന് കൊടുത്ത തുണി കൊടുത്ത വകയിൽ കിട്ടാനുള്ള കുടിശ്ശിക കിട്ടുക, ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കുറച്ചു കാലം കൂടെ ഈ തൊഴിൽ അന്യം നിന്ന് പോകാതെ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. കൈത്തറിക്ക് പേരുകേട്ട ഗ്രാമമെന്ന് ഔദ്യോഗികമായി അറിയപ്പെടുമ്പോഴും കൈത്തറി വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ കുത്താമ്പുള്ളിയിലെ 3 സംഘങ്ങളും പൂർണ്ണമായി അടച്ചുപൂട്ടും. ഒരു ജനതയുടെ പാരമ്പര്യവും അതിജീവനവും തകർക്കുന്ന അധികാരികൾക്കെതിരെ രോക്ഷം പടരുകയാണ്. TCV ന്യൂസ്, തിരുവല്ലോമല. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച് ഹിരോഷിമ ഭീകരതയുടെ ഓർമ്മയ്ക്ക് ഇന്നേക്ക് 80 വയസ്സ്. വടക്കാഞ്ചേരി ബോയ്സ് LP സ്കൂളിലെ 40ഓളം കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം നൽകി. സ്കൂൾ തുറന്ന് 3 മാസം കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് യൂണിഫോം ലഭിക്കാത്തതിനെ തുടർന്നാണ് PTA ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സാമൂഹ്യ പ്രവർത്തകനായ ഓട്ടുപാറ പരുത്തിപ്ര സ്വദേശി സൈഫുദ്ദീനെ അറിയിച്ചത്. തുടർന്ന് സ്കൂളിലെ 40ഓളം കുട്ടികൾക്ക് 2 ജോഡി യൂണിഫോം വീതം ഇദ്ദേഹം സ്പോൺസർ ചെയ്യുകയായിരുന്നു. യൂണിഫോമിന്റെ വിതരണ ഉദ്ഘാടനം സൈഫുദ്ദീൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സിറാജ് മാരാത്ത് അധ്യക്ഷത വഹിച്ചു. ബോയ്സ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് സ്റ്റെല്ല, ശ്രീനാഥ് ബി, ലീല, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. താമരയൂർ ഹരിദാസ് നഗറിൽ വൈശ്യം വീട്ടിൽ നൌഷാദിന്റെ മകൻ ഷഹീറാണ് മരിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. കോടാലി ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും തകർന്നു വീണതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച് DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ആവശ്യപ്പെട്ടു. 54 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ വൻ അപാകതയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഓഡിറ്റോറിയത്തിന്റെ മറ്റു ഭാഗങ്ങളും അപകടാവസ്ഥയിലാണെന്നും DCC ജനറൽ സെക്രട്ടറി ആരോപിച്ചു. കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CH സാദത്ത് എന്നിവരും സ്ഥലം സന്ദർശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്തിവെച്ചത്. ഇത് ജനങ്ങളുടെ വിജയമെന്ന് ഹർജിക്കാർ. കോടാലി GLP സ്കൂൾ ഓഡിറ്റോറിയത്തിനുള്ളിലെ ജിപ്സം ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് പൂർണ്ണമായും നിലംപൊത്തി. അപകടമുണ്ടായത് പുലർച്ചെ, ഒഴിവായത് വൻ ദുരന്തം. മാള പുത്തൻചിറയിൽ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് കത്തി നശിച്ചു. ഒഴിവായത് വൻ ദുരന്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.